ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഗാർഡനുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഒരു വർഷത്തിന് ശേഷം ഞാൻ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ ഗാർഡൻ്റെ അവസ്ഥ എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഗാർഡൻ കണ്ടാലോ. അപ്പോൾ എൻ്റെ ഗാർഡൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഞാൻ വിചാരിച്ചത് എൻ്റെ ഒരുപാട് ചെടികൾ പോയി കാണുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കുറേയൊക്കെ ചെടികൾ പോയിട്ടില്ല എന്നല്ല, എന്നാലും ഇത്രയും ചെടികൾ പോവാതെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ട്. ഉള്ളത് കാട് പിടിച്ച പോലെ അങ്ങ് പടർന്ന് സ്പ്രെഡായി നിൽക്കുകയാണ്. അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കണം. എന്നാലും ഇപ്പം എന്താണ് എൻ്റെ ഗാർഡൻ്റെ അവസ്ഥ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗാർഡൻ എങ്ങനെയുണ്ട്, ഇപ്പോൾ പോയോ, ഗാർഡനൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കാണിക്കാമെന്ന് വിചാരിച്ചു. ആകെ തിക്കായി കാട് പിടിച്ച പോലെ നിൽക്കുകയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ചെടികൾ പോയിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹാങ് ചെയ്തിട്ടുള്ള കുറേ ചെടികൾ പോയിട്ടുണ്ട്. പിന്നെ ഹാങ് ചെയ്തിട്ടുള്ള കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ, ആകെ കാട് പിടിച്ച പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി എന്തായാലും ഓരോന്നായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഗാർഡൻ സെറ്റാക്കുക എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മുടെ പോണ്ടിൻ്റെയൊക്കെ അവസ്ഥ ഇങ്ങനെയാണ്, ആകെ പായലൊക്കെ നിറഞ്ഞ് നിൽക്കുകയാണ്. ഇവിടെ കണ്ടോ നമ്മുടെ ഈ ഒരു ടേർട്ടിൽ വെയിനൊക്കെ, 2 ടൈപ്പ് ടേർട്ടിൽ വെയിനും ആകെ സ്പ്രെഡായി കിടക്കുന്നുണ്ട്. അതൊക്കെ ഇനി നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കണം. അതിനൊക്കെ കുറച്ച് ടൈം എടുക്കും എന്തായാലും. പോണ്ടിൻ്റെ അവസ്ഥ ഇതാണ്. നമ്മുടെ പോപ്പിച്ചെടി അതേപോലെ പെന്നിവേട്ടൊക്കെ ആകെ ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കുകയാണ്. നമ്മുടെ ഗപ്പിക്കുഞ്ഞുങ്ങളൊന്നും കാണാത്ത വിധം. ജസ്റ്റ് ഞാൻ അതൊന്ന് മാറ്റിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ഗപ്പിക്കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നതിനേക്കാളും ഇരട്ടി ഗപ്പികൾ ഇപ്പോൾ ഉണ്ട് കേട്ടോ നമ്മുടെ പോണ്ടിൽ. ഇനി ഇതൊക്കെ നമുക്ക് സെറ്റാക്കി റെഡിയാക്കി എടുക്കണം. ഒരുപാട് പായലൊക്കെ എടുത്ത് കളയണം. നമ്മുടെ പോണ്ടൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനൊക്കെ എന്തായാലും കുറച്ച് ടൈം എടുക്കും. അത് നമ്മുടെ റൈറ്റിൽ പോഡ് കണ്ടുള്ള ആ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അതിപ്പോൾ പുതിയത് ഉണ്ടായി വന്നിട്ടുണ്ട്, പഴയതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മണി പ്ലാന്റ് ഒക്കെ കണ്ടോ, ആകെ ഇങ്ങനെ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഷാർജയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒരുപാട് ചെടികൾ റീപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ മാറ്റി നട്ടു വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ തിക്കായി വളർന്ന് ആകെ സ്പ്രെഡായി നിൽക്കുകയാണ്. കുറച്ച് ചെടികൾ പോയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഗാർഡൻ ഇനി മുഴുവനായിട്ടും ആദ്യം റീഅറേഞ്ച് ചെയ്ത് മേക്ക് ഓവർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും കുറച്ച് ദിവസം നമുക്ക് പിടിക്കും. ഇതിൽ തന്നെ നമുക്ക് ചുറ്റിപ്പറ്റി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി കാര്യങ്ങളൊന്നും നടക്കില്ല. നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് എന്തായാലും ഗാർഡൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കുറേ പുല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പറിച്ച് കളഞ്ഞ് റെഡിയാക്കി എടുക്കുമ്പോഴേക്കും റീപ്പോർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും എന്തായാലും കുറച്ച് ദിവസം പിടിക്കും. ഇവിടെയൊക്കെ കണ്ടില്ലേ നമ്മുടെ കോളിയസ് പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റീസ് ആണ്. എൻ്റെ ഒരു 6-7 ടൈപ്പ് കോളിയസ് പ്ലാന്റിൻ്റെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചിലതൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. കുഴപ്പമില്ല, ഉള്ളത് എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്കിനി റെഡിയാക്കി എടുക്കണം, റീപ്പോർട്ട് ചെയ്യണം, കട്ട് ചെയ്ത് മാറ്റി നടുവൊക്കെ വേണം. അപ്പോൾ അതൊക്കെ ഇനി ചെയ്യണം. അപ്പോൾ ഈ ഒരു പ്രഗ്നൻസി ടൈമാണ് എനിക്കിപ്പോൾ. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് മാറ്റി നടനും അതൊന്നും നമുക്കിപ്പോൾ സാധിക്കില്ല. അപ്പോൾ എന്തായാലും ഡെലിവറി എടുക്കാറായതുകൊണ്ട് തന്നെ ഇനി ഡെലിവറി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗാർഡനിലേക്ക് ഇറങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഇതൊക്കെ മാറ്റി നട്ട് റെഡിയാക്കി എടുത്താലും പിന്നീട് നമ്മൾ എന്തായാലും ഇനി ഡെലിവറി ഒക്കെ കഴിഞ്ഞ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴത്തേക്കും വീണ്ടും പഴയ പോലെ ആവും. അപ്പോൾ അതിലും നല്ലത് നമുക്കെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒന്നിച്ച് ഗാർഡൻ ഒരു മേക്ക് ഓവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്ന പോലെ അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ഒക്കെ കണ്ടോ, ഒരുപാട് തിക്കായി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സിങ്കോണിയം ഒക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഒക്കെ തിക്കായി ആകെ കാട് പിടിച്ച പോലെ ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒക്കെ അവസ്ഥ. ചട്ടി മാത്രം ഉണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പം അങ്ങനെ ഇരിക്കട്ടെ. അതൊക്കെ നമുക്ക് ഇനി റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം വേണം ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടി, നമ്മുടെ ഗാർഡൻ മേക്ക് ഓവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ എന്തായാലും ഞാൻ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിൽക്കട്ടെ ഇപ്പോൾ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഈ ഒരു സൈഡിൽ ഉള്ളത് മാത്രം അതുപോലെ നിൽക്കുന്നുണ്ട്. കുറേയൊക്കെ പോയിട്ടുണ്ട്, എന്നാലും ഈ നിൽക്കുന്നതൊക്കെ ഇപ്പോൾ ഉണ്ട്. ബാക്കിയുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഞാൻ ഷാർജയ്ക്ക് പോകുന്ന സമയത്ത് കുറച്ചൊക്കെ ചെടികൾ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഉള്ള എൻ്റെ ഈ ഗാർഡൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചെടികളൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. വലിയ മാറ്റങ്ങളൊന്നുമില്ല, അധികം തിക്കായിട്ട് വളർന്നിട്ടുമില്ല. നിൽക്കുന്ന പാട്ടിൽ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഇവിടേക്കധികം വെയിലൊന്നും അടിക്കാത്തതുകൊണ്ടാണ് തോന്നുന്നു ഇതിങ്ങനെ തന്നെ നിൽക്കുന്നത്. ഇനി നമുക്ക് വളം പൊടികളെല്ലാം ചേർത്ത് ആദ്യം ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഒക്കെ തിക്കായിട്ട് എന്തായാലും വളർന്നു വരും. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. പിന്നെ നമ്മുടെ ഈ ഒരു ടേർട്ടിൽ വെയിനൊക്കെ ആകെ നമ്മുടെ മുകളിലുണ്ടായിരുന്ന ചട്ടിയിൽ നിന്ന് താഴെ വീണിട്ട് ആകെ സ്പ്രെഡായി കിടക്കുകയാണ്. ഇതൊക്കെ നമുക്ക് പറിച്ചെടുത്തിട്ട് ഓരോ ചട്ടിയിലാക്കിയിട്ട് മാറ്റി നടണം. അപ്പോൾ അതൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മണി പ്ലാന്റൊക്കെ ആകെ ഇതെന്താ പറയുക, ആകെ ശോഷിച്ച പോലെയാണ് കേട്ടോ നിൽക്കുന്നത്. ഇനി ഇതെല്ലാം കട്ട് ചെയ്ത് ഫുള്ളെല്ലാം വലിച്ച് കളയണം. ഇങ്ങനെ എന്തായാലും നിർത്തില്ല, ഭയങ്കര വൃത്തികേടായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് മൊത്തം പറിച്ചിട്ട് എന്തായാലും കളയണം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഗാർഡൻ്റെ അവസ്ഥ. ഒരു വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ ഞാൻ അവിടുന്ന് പോകുന്നതിനുണ്ടായിരുന്നതിനേക്കാളും ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ഗാർഡന് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരുപാട് ചെടികൾ പോയി കാണുന്നതാണ്. അപ്പോൾ ആകെയുള്ള ഒരു ആശ്വാസം, കുറേ ചെടികൾ നമ്മുടെ പോയിട്ടില്ല, അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ.